അഭിരാമം ഇപ്പം പൊതുവിടങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന സ്ത്രീപക്ഷ നോവലാണ്. സ്ത്രീപക്ഷ എഴുത്താണെങ്കിൽ കൂടി ഞാനൊരു സ്ത്രീപക്ഷ നോവലായിട്ട് ഇറക്കിയ നോവല. മനുഷ്യൻ്റെ കഥ പറയണം, ഒരു മനുഷ്യൻ്റെ കഥ പറയണം, അല്ലെങ്കിൽ സ്ത്രീയെക്കുറിച്ച് എഴുതണമെങ്കിൽ കൂടി ഒരു സ്ത്രീ എന്നൊരു മനുഷ്യൻ എന്നൊരു നിലയിലാണ് ഞാൻ പരിഗണിച്ചിട്ടുള്ളത്. വിവാഹമോചന പെറ്റീഷനിൽ ഒപ്പിടാൻ നേരം വക്കീൽ ചോദിച്ചു, മദ്യപാനം സ്ഥിരമില്ല, പരസ്ത്രീ ബന്ധം അറിയില്ല, ഗാർഹിക പീഡനം ഇല്ല, പിന്നെ എന്താണ് കാര്യം? ആത്മാവിനെ കൊന്നു, അതിന് ഹിന്ദു മാരേജ് ആക്ടിൽ വകുപ്പില്ല മാഡം. എങ്ങനെ ഇത്ര തീവ്രമായി ഒരു പെണ്ണിനെ ഇങ്ങനെ ഡെപ്തിൽ അറിയാനും അതിങ്ങനെ എങ്ങനെ ഇങ്ങനെ എഴുതി വയ്ക്കാൻ സാധിച്ചു? എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ വീട്ടിൽ ആരായിരുന്നു എന്നുള്ള തോന്നലാണ്. ആ സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ അമ്മയിലാണ്. പിന്നെ എൻ്റെ സ്കൂളിടങ്ങളിൽ, എൻ്റെ പഠനയിടങ്ങളിൽ കാണപ്പെടുന്ന സ്ത്രീകളുണ്ട്, എൻ്റെ പ്രണയിനികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇവരിൽ നിന്നെല്ലാം സാംശീകരിച്ച കുറേയധികം എലമെന്റുകൾ ചേർന്നാണ് ഭദ്ര എന്നൊരു കഥാപാത്രം ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു പെണ്ണിനേക്കാൾ ഉപരി ഒരാണിനാണ് ഏറ്റവും കൂടുതൽ പെണ്ണിനെ എഴുതാൻ അല്ലെങ്കിൽ തുറന്നു കാണിക്കാൻ സാധിച്ചത് എന്നുള്ളത്. ഇപ്പം മൂഡ് സിൻസ് എന്നൊക്കെ പറഞ്ഞ് പല വേടുകൾ തന്നെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ കണ്ട സ്ത്രീകൾക്കൊന്നും അങ്ങനെ ഒരു ഒന്ന് പുറത്തിറങ്ങി പോകാൻ അവരുടേതായിട്ടുള്ളൊരു സങ്കടത്തെയോ അല്ലെങ്കിൽ വിഷമത്തെയോ ഫ്രസ്ട്രേഷനെ പോലും തീർക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവർ മറ്റെന്തിനൊക്കെയോ വേണ്ടി സഫർ ചെയ്യുകയും അവർ അതിലേക്ക് മാത്രമായി ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാത്രം കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ടുവരുന്നു. ഫ്രീഡം കൊടുക്കുമോ എനിക്ക് പലപ്പോഴും ചിരി വരുന്നൊരു വാക്കാണ്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഫ്രീഡം കൊടുത്താണ് വളരെ. ആ വാക്ക് തന്നെ ഏറ്റവും വലിയ അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്കാണ്. ഞാൻ ഫ്രീഡം കൊടുക്കുന്നു, നിങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രീഡം കൊടുക്കുക അതല്ല, വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസം ഇല്ലാതെ എത്ര പെൺകുട്ടികളെന്ന് പറയുന്നത്.